ഒരു വലിയ ശക്തിക്ക് കൂടുതൽ പ്രിയങ്കരമായതെന്തായിരിക്കും? ഒരു വലിയ സമർപ്പണമോ അതോ അനുസരണയുടെ ഒരു ചെറിയ പ്രവൃത്തിയോ? ഈയൊരു വിശകലനത്തിൽ നമുക്ക് ഈ ദൈവശാസ്ത്രപരമായ ചോദ്യത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇതൊരു വെറും ചോദ്യമല്ല അല്ലേ? ഇത് ശരിക്കും വിശ്വാസത്തിന്റെ കാതലായ ഒരു ആശയമാണ്. പലപ്പോഴും നമ്മൾ പുറമേ കാണുന്ന വലിയ കാര്യങ്ങൾക്ക്, വലിയ സമർപ്പണങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതെന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നമ്മൾ പരിശോധിക്കുന്നത് ഒരു പഴയ പ്രഭാഷണമാണ്. അതിൽ രാജാക്കന്മാരുടെയും ഗോത്രപിതാക്കന്മാരുടെയും ചില ശക്തമായ കഥകളിലൂടെയാണ് ഈ വിഷയം വിശദീകരിക്കുന്നത്. ആ കഥകളിലാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് ആ പ്രഭാഷണം പറയുന്നത്. നമ്മുടെ ആദ്യത്തെ കഥ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിന്റേതാണ്. അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു. അതായത്, ദൈവത്തിന്റെ ഒരു നേരിട്ടുള്ള കൽപ്പനയേക്കാൾ വലുതാണ് താൻ ചെയ്യുന്ന ഒരു വലിയ സമർപ്പണം എന്ന് അദ്ദേഹം കരുതി. ഇവിടെയാണ് ശരിക്കും ആ വൈരുദ്ധ്യം വരുന്നത്. നോക്കുമ്പോൾ ശൗലിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു. ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി ശത്രുവിന്റെ ഏറ്റവും നല്ല കന്നുകാലികളെ അദ്ദേഹം ബാച്ചുവെച്ചു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന വളരെ വ്യക്തമായിരുന്നു: ശത്രുവിന്റേതായിട്ടുള്ളതെല്ലാം പൂർണ്ണമായി നശിപ്പിക്കുക. അപ്പോ ശമൂയേൽ പ്രവാചകൻ ശൗലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ എല്ലാം അടിസ്ഥാനം. ബലികളിലും യാഗങ്ങളിലും പ്രസാദിക്കുന്നതിനേക്കാൾ യഹോവയുടെ ശബ്ദം അനുസരിക്കുന്നതിലല്ലേ അവിടത്തേക്ക് പ്രസാദം? യാഗത്തേക്കാൾ നല്ലത് അനുസരണമാണ്. അതായത്, ആരാധനയുടെ ഏറ്റവും ഉയർന്ന രൂപം അനുസരണമാണെന്ന് സാരം. അപ്പോൾ ശൗലിന്റെ ഈ പരാജയത്തിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു മാതൃകയിലേക്കാണ്. പ്രഭാഷണം മുന്നോട്ട് വയ്ക്കുന്ന ആ മാതൃക അബ്രഹാമാണ്. അനുസരണത്തിന്റെ ഏറ്റവും വേദനാജനകമായ പരീക്ഷണങ്ങളെ നേരിട്ട വ്യക്തി. ഈ പ്രഭാഷണം അനുസരിച്ച് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 3 പരീക്ഷണങ്ങളുണ്ട്. ഓരോന്നും മുൻപത്തേതിനേക്കാൾ കഠിനമായിരുന്നു. ഒന്നാമതായി, സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിക്കാൻ പറയുന്നു. രണ്ടാമത്, തന്റെ ആദ്യത്തെ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറയുന്നു. ഒടുവിൽ, ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള കൽപ്പന: ദൈവം വാഗ്ദാനം ചെയ്ത ആ സ്വന്തം മകനെ ബലിയർപ്പിക്കുക. ഇവിടെയാണ് യഥാർത്ഥ ത്യാഗം എന്താണെന്ന് പ്രഭാഷണം വ്യക്തമാക്കുന്നത്. പുറമേ കാണുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ആ കൽപ്പന അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്തരികവും വൈകാരികവുമായ വേദനയുണ്ടല്ലോ, അതാണ് ഏതൊരു ഭൗതികമായ സമർപ്പണത്തെക്കാളും വലുത്. അതായിരുന്നു ആ പരീക്ഷണത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടു മോരിയാദേശത്തു ചെന്നു. അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. യുക്തിക്കും സ്നേഹത്തിനുമൊക്കെ അതീതമായി തോന്നുന്ന ഒരു കൽപ്പന. അപ്പോൾ എന്താണ് വ്യത്യാസം? അബ്രഹാമിന്റെ പ്രവൃത്തി വെറുമൊരു മതപരമായ ചടങ്ങായിരുന്നില്ല. അത് സമ്പൂർണമായ വിശ്വാസത്തിന്റെ ഒരു പ്രകടനമായിരുന്നു. അതുകൊണ്ടാണ് പ്രഭാഷകൻ ഇതിനെ വേദനാജനകമായ അനുസരണയുടെ പാരമ്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒരു സംശയം വരാം. ഈ നേർച്ചയോ ശപഥമോ ഒന്നും ദൈവം കൽപ്പിക്കാതെ നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതാണെങ്കിലോ? അപ്പം എന്ത് സംഭവിക്കും? ഈ ചോദ്യമാണ് നമ്മളെ അടുത്ത കഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് യിഫ്താഹിന്റെ ദുരന്ത കഥയിലേക്ക് വരാം. ഇതൊരു മുന്നറിയിപ്പിന്റെ കഥയാണ്. വഴിതെറ്റിപ്പോയ ഭക്തിയുടെ അപകടം കാണിക്കാൻ വേണ്ടിയാണ് പ്രഭാഷണം ഈ കഥ ഉപയോഗിക്കുന്നത്. യുദ്ധം ജയിക്കാനുള്ള ആവേശത്തിൽ യിഫ്താ ദൈവത്തോട് പെട്ടെന്നൊരു വാക്ക് പറഞ്ഞുപോയി: അങ്ങെനിക്ക് വിജയം നൽകിയാൽ എന്റെ വീട്ടിൽ നിന്ന് എന്നെ എതിരേൽക്കാൻ ആദ്യം പുറത്തുവരുന്നതെന്തോ അത് യഹോവയുടേതായിരിക്കും, ഞാൻ അതിനെ ഹോമയാഗമായി അർപ്പിക്കും. തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വാഗ്ദാനം. അതിന്റെ ഫലം വളരെ ദുരന്തപൂർണമായിരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ആദ്യം വന്നത് അദ്ദേഹത്തിന്റെ ഏക മകളായിരുന്നു. അദ്ദേഹത്തിന്റെ ആ എടുത്തുചാട്ടം നിറഞ്ഞ വാക്കുകളുടെ ഫലമായി സംഭവിച്ചത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തതും ശരിക്കും പറഞ്ഞാൽ വിലക്കിയതുമായ ഒന്നാണ്. അപ്പോ ഈ പ്രഭാഷണം ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾ, അതായത് അബ്രഹാം, തനിക്ക് കിട്ടിയ കൽപ്പന വേദനിച്ച് അനുസരിച്ചു. മറ്റൊരാൾ, യിഫ്താഹ്, താൻ തന്നെയുണ്ടാക്കിയ ഒരു വാഗ്ദാനത്തിന്റെ കെണിയിൽ പെട്ടുപോയി. ഇതെല്ലാം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രവൃത്തികളുടെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്താണ്? കാരണം നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്തിനു ചെയ്യുന്നു എന്നതാണ്. ഇവിടെ പ്രഭാഷണം പറയുന്നത്, നമ്മുടെ ഉദ്ദേശം സ്നേഹമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗങ്ങൾ പോലും, അതായത് നമ്മുടെ ശരീരം തന്നെ ദഹിപ്പിക്കാൻ കൊടുത്താലും അതിനൊന്നും ഒരു വിലയുമില്ലെന്നാണ്. ധനികനായ ആ ചെറുപ്പക്കാരന്റെ കഥ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. യഥാർത്ഥ അനുസരണത്തിന് അദ്ദേഹത്തിന് തടസ്സമായത് സ്വന്തം അത്യാഗ്രഹമായിരുന്നു.
സ്നേഹത്തേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിന് തന്റെ സമ്പത്ത്. അവസാനം ഈ പ്രഭാഷണം മുഴുവൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ്. ഓരോ ദിവസവും നമ്മൾ ആരുടെ ശബ്ദമാണോ കേൾക്കാൻ പോകുന്നത്? ദൈവികമായ മാർഗനിർദ്ദേശമാണോ അതോ ലോകത്തിന്റെ ബഹളങ്ങളാണോ? പ്രഭാഷകൻ പറയുന്നുണ്ട്, നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം പിടിവാശികൾ, ലോകം കാണിച്ചു തരുന്ന എളുപ്പവഴികൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അങ്ങനെ പലതും. ഇതെല്ലാം നമ്മളെ അനുസരണക്കേടിലേക്കും വെറുതെയുള്ള പ്രവർത്തികളിലേക്കുമാണ് നയിക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പിതാണ്. 1. ദൈവത്തിന്റെ പാത. അത് ചിലപ്പോ ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷെ അവസാനം അത് അനുഗ്രഹത്തിലേക്ക് നയിക്കും. അല്ലെങ്കിൽ ലോകത്തിന്റെ പാത. അത് കാണാൻ നല്ല എളുപ്പമായിരിക്കും, പക്ഷെ അവസാനം നമ്മൾ ഒരിടത്തും എത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു മൂർച്ചയേറിയ ചോദ്യത്തോടെ പ്രഭാഷണം വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? അതായത്, അനുസരണമില്ലാത്ത ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് എന്തർത്ഥമാണുള്ളത്? അപ്പോ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് വിശ്വാസത്തിലായാലും ശൂന്യമായ ആചാരങ്ങളെയും അർത്ഥവത്തായ ഭക്തിയെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? നമ്മുടെ വലിയ പ്രവൃത്തികളാണോ? അതോ കേൾക്കാനും അത് അനുസരിക്കാനുമുള്ള നമ്മുടെ ആ നിശബ്ദമായ സന്നദ്ധതയാണോ?